നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തിയേക്കും. ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ധനസഹായം പ്രഖ്യാപിക്കുക. അടുത്ത വെള്ളിയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ധനസഹായം പ്രഖ്യാപിക്കും. സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട്. വിവിധ പ്രതിപക്ഷ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഒപ്പം KSU യുവമോർച്ച തുടങ്ങിയ സംഘടനകളും മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ രാജി എന്ന ആവശ്യം ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയിരുന്നു. എന്നാൽ മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അവലോകനം നടക്കുന്നതിനിടെയുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാദൌത്യം വൈകിയെന്ന ആരോപണം ഇപ്പോഴും ഉയരുകയാണ്. യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കളക്ടർക്കും ഉദ്യോഗസ്ഥർക്കും രക്ഷാപ്രവർത്തന നേതൃത്വം നൽകാൻ എത്താനായില്ല. ജില്ലാ ഫയർ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ വൈകിയാണ് സ്ഥലത്ത് എത്തിയത്. യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലുള്ള ഭവിഷ്യത്ത് കണക്കിലെടുത്ത് റവന്യൂ ഉദ്യോഗസ്ഥർക്കും ആദ്യ മണിക്കൂറിൽ എത്താൻ കഴിഞ്ഞില്ല. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരും വൈകി. ഫയർഫോഴ്സും പോലീസും കൃത്യസമയത്ത് നിർദ്ദേശം നൽകാനാകാത്തതും സ്ഥിതി കൂടുതൽ വഷളാക്കി. അഗ്നിരക്ഷാസേന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയില്ല. മണ്ണുമാന്തി യന്ത്രത്തിനായി കാത്തുനിന്നത് 2 മണിക്കൂറാണ്. കെട്ടിടം ഇടിഞ്ഞു വീണെങ്കിലും മന്ത്രിമാരും ഒക്കെ ഇന്നലെ ഉണ്ടായിരുന്നതിനാൽ കളക്ടർക്ക് അപകട സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അപകടം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടറെയാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. 10ാം ബ്ലോക്കിലുള്ളവർ മാത്രമാണ് ശുചിമുറി ഉപയോഗിച്ചത് എന്നാണ് കളക്ടർ പറയുന്നത്. മറ്റു ശുചിമുറികൾ പൂട്ടിയിട്ടെന്ന് സൂപ്രണ്ട് പറഞ്ഞത് സത്യമാണെന്നും കളക്ടർ പറയുന്നു. ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്ന് പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് എന്തുകൊണ്ട് രോഗികളെ മാറ്റിയില്ല? ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാകാത്തതാണ് പ്രതിസന്ധിയായത് എന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു. ആശുപത്രിയിൽ മുടങ്ങിയ ശസ്ത്രക്രിയകൾ നാളെ പുനരാരംഭിക്കുമെന്നും ഡോക്ടർ വർഗീസ് പി പുന്നൂസ് പറയുന്നുണ്ട്. അതേസമയം മെഡിക്കൽ കോളേജിനുള്ളിലെ വിവിധ കെട്ടിടങ്ങളിൽ ശുചിമുറിയോട് ചേർന്ന ഭാഗങ്ങളാണ് മിക്കതും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. പൈപ്പുകൾ മാറ്റുന്ന ഭാഗം ബലപ്പെടുത്തുന്നില്ല. വെള്ളമിറങ്ങി കെട്ടിടം ദുർബലമാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. മരങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങി ബലക്ഷയത്തിന് കാരണമാകുന്നു. അതേസമയം മെഡിക്കൽ കോളേജിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ പഞ്ചായത്ത് അറിയാത്തതാണ് ഗുരുതര വീഴ്ച. ആർപ്പുങ്കര പഞ്ചായത്തിന്റെ അനുമതി തേടാറില്ല. കെട്ടിടങ്ങൾക്ക് കെട്ടിട നമ്പരും ഇല്ല. ഫിറ്റ്നസ് കൊടുക്കുന്നത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗമാണ്. 2020 ആർപ്പുങ്കര പഞ്ചായത്ത് നടത്തിയ സേഫ്റ്റി ഓഡിറ്റിൽ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് രേഖപ്പെടുത്തിയിരുന്നു. പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത ആവശ്യമാണ്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബിന്ദുവിന്റെ പുറത്തു വന്നിരുന്നു. തലയോട്ടി തകർന്ന തലയ്ക്കകത്തുള്ള ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അത്രയും മാരകമായുള്ള മരണം. ഒരു പക്ഷേ അടിയന്തരമായി സഹായിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മരണം പോലും സംഭവിക്കുമായിരുന്നില്ല. അതുതന്നെയാണ് ആ കുഞ്ഞുങ്ങളെയും വേദനിപ്പിക്കുന്നത്. മന്ത്രി വീണ ജോർജ് ആ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കാം സംഭവിക്കുക എന്ന് കണ്ടറിയണം.